നോക്കണ്ടേ? ഇതുവരെ നമ്മള് വിനോദ് സാർ വന്ന് ഹാമർ കൊണ്ട് കുറെ അടിച്ചു നോക്കി. ഞാനിപ്പോ പാറയും കൊണ്ടാ വന്നിരിക്കുന്നത്. നമ്മളെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് കയറുള്ളൂ. ഫ്രീ ആണ് ജോയിനിങ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, ടാർഗറ്റുകളൊന്നുമില്ല. പക്ഷെ RCMൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം റിവേഴ്സ് നടക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നോളജ് വേണം, വേണ്ടിയോ അറിവ് വേണം, ടാർഗറ്റുകൾ, ഗോൾസ് ആൻഡ് ഡ്രീംസ് നമുക്ക് വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ ആസിമിലേക്ക് കയറാം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ സക്സസ് ആവുള്ളൂ. എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ ആസിമിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കയ്യും കാലും ഇല്ലാത്ത ആളുകൾ ആസിമിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കണ്ണ് കാണാത്തവർ ആസിമിന്റെ ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ടുണ്ട്. കാലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എടുത്തുകൊണ്ടുവന്ന് കസേരയിൽ എത്തിയ ടെക്നിക്കൽ അച്ചീവർ 1.5 ലക്ഷം രൂപയാണ് മാസ വരുമാനം. ജീവിതത്തില് 10-60 വയസ്സ് വരെ 65 വയസ്സ് വരെ പല സർവീസുകൾ പല സ്ഥലത്തും ചുറ്റി നടന്നു. എവിടെയും എത്തി രക്ഷപ്പെടാത്ത ആൾക്കാര് ആസിമിന്റെ മീറ്റിംഗിൽ വന്നിരുന്ന് കാര്യങ്ങൾ കേട്ട് പഠിച്ച് അദ്ദേഹത്തിന്റെ 70ാമത്തെ വയസ്സിൽ 5, 6, 8 വർഷം പ്രവർത്തിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ അനീഷ് സാറിന്റെ ലാംഗ്വേജിൽ പറഞ്ഞ നമ്മളെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അങ്ങനത്തെ ഒരാളുടെ പേര് പറഞ്ഞേ. ഗിരിജാമ്മ. 80 വയസ്സുണ്ട്. ഇപ്പൊ 6 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വരുമാനം. 85 വയസ്സുള്ള ഗിരിജാമ്മ ഇന്ന് 50,000 രൂപയ്ക്ക് മേലെ വരുമാനമാകുന്നു. അവരൊന്നും ആരും തിരിഞ്ഞു പോലും നോക്കൂല. സാധാരണഗതിയിലായിരുന്നു. മക്കൾ എന്തെങ്കിലും ചില്ലറ കൊടുക്കണമായിരുന്നു അവർക്ക് ജീവിക്കണമെങ്കിൽ. അവരങ്ങനെ വരാനുള്ളതിന്റെ കാരണം അവർ RCMന്റെ മീറ്റിങ്ങുകളിലേക്ക് വന്നു, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ഇന്നിവിടെ ഒരു എൻട്രി ടിക്കറ്റ് വെച്ചിട്ടുണ്ടാവും അല്ലേ, എൻട്രി ചാർജ്. അപ്പൊ എൻട്രി ചാർജ് വെക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കണക്കൂട്ട ഇതിൽ എത്ര കിട്ടും, ഊണ് കിട്ടുമോ, എത്ര രൂപ ചെലവായിട്ടുണ്ടാവും, ഇത് നടത്തുന്ന ആൾ എത്ര വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇതിനകത്ത് എനിക്ക് 5 പൈസയുടെ കാര്യം ഉണ്ടാവോ, ഞാൻ രക്ഷപ്പെടുമെന്നുള്ളത് കണക്കൂട്ടുന്നില്ല. ഇത് നടത്തുന്ന ആൾക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാ. ഇതൊന്നും മാറണം. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ചെലവാക്കിയിരുന്നില്ല സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോയ സമയത്ത്. അതേപോലെ തന്നെ ആസിമിന്റെ ഒരു മീറ്റിങ്ങിനെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് കാണണം, ഒരു കോളേജ് ആയിട്ട് കാണണം. ഇവിടെ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ചായ കുടിക്കാൻ വേണ്ടി വരുന്നതല്ല. ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ, ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നവും സംഭവിക്കില്ല. നമ്മളെ ബോഡി ഒന്നും കൂടി നന്നാവും. പണ്ടത്തെ കാലത്ത് അതിനെന്തായിരുന്നു പേര് പറയാ, ഉപവാസം. പണ്ട് ഉപവാസം ഉണ്ടായിരുന്നു, ഇന്ന് ഉപവാസം ഒന്നുമില്ല. രാവിലെ ഭക്ഷണം ഇങ്ങനെ ഇഡ്ഡലി ഇങ്ങനെ കുത്തിക്കയറ്റും. ഉച്ചയ്ക്ക് ചോറിന് എന്തായിരിക്കും ഉണ്ടാവുക, രാവിലത്തത് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിനെ പറ്റി ആലോചിച്ച് ടെൻഷനാണ്. ഒരു ദിവസം ഭക്ഷണമൊക്കെ അങ്ങ് ഒഴിവാക്കി. അന്ന് 4 പേരെ കൂടുതൽ കാണും ആസിമിന് വേണ്ടി. 4 പേരെ കൂടുതൽ. ഇന്ന് എത്ര ഇഡ്ഡലി കൂടുതൽ കഴിക്കാന്നുള്ളതിനെ ആലോചിക്കാൻ അത് മാറ്റി വെച്ചിട്ട് എങ്ങനെ 4 പേരെ ഇന്ന് അധികം എനിക്ക് കാണാം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സമയവും ഇൻവെസ്റ്റ് ചെയ്യണം, പണവും ഇൻവെസ്റ്റ് ചെയ്യണം. ബോത്ത് ടൈം ആൻഡ് മണി. എന്താണ് സ്പെൻഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം? ഞാനിവിടെ എഴുതി ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് എഴുതിയത്, ഇൻവെസ്റ്റ് ചെയ്യാന്നാണ് എഴുതിയത്. നമ്മൾ ജോലിയിൽ പോയാൽ നമ്മളെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാം. ഹലോ, നമ്മളൊരു മൂവി കാണാൻ പോയാൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന, പണം സ്പെൻഡ് ചെയ്യുക. നമ്മളൊരു മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പണം സ്പെൻഡിങ് ആണ്. ആസിമിൽ നമ്മൾ സമയമായാലും പണമായാലും, അത് പ്രോഡക്റ്റിന്റെ പർച്ചേസ് ആയാലും ശരി, മീറ്റിംഗിൽ വന്ന് ഇരിക്കുന്നതായാലും ശരി, നമ്മൾ ആസിമിന് കൊടുക്കുന്ന സമയവും പണവും ഇൻവെസ്റ്റ്മെന്റ് ആണ്, എക്സ്പെൻഡിച്ചർ അല്ല. എന്താണ് ഈ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം? ആർക്കും എന്താണ് എക്സ്പെൻസും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം?
എക്സ്പെൻസ് ചെലവായി പോകുന്നത്. പണം എന്ന് പറഞ്ഞാൽ ചെലവായി. ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചു വരും. പോയിന്റ് വരണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് തിരിച്ചു വരും, എക്സ്പെൻസ് ചെയ്യുന്നത് നമ്മളെ കൈവിട്ട് പോയാൽ പോയി. ഞാൻ ജോലിയിൽ 40 വർഷം സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ജോലിയിൽ 40 വർഷം സ്പെൻഡ് ചെയ്യാം, അതെനിക്ക് തിരിച്ചു വരില്ല, അത് പോയി. ഞാൻ RCM 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ വിട്ടാലും അതിനകത്ത് എനിക്ക് വരുമാനം വന്നോണ്ടിരിക്കും. ഞാൻ 10 വർഷം ജോലി ചെയ്തു, 11ാമത്തെ വർഷം ഞാൻ ആ ജോലി വിട്ടാൽ ഞാൻ ജോലിയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും ആ കമ്പനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ കൊടുത്ത 10 വർഷം പോയി. ഞാൻ RCM അതേ 10 വർഷം കൊടുത്താൽ RCM എനിക്ക് തിരിച്ചു തരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 2-3 മണിക്കൂർ യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. മൾട്ടി ഫോൾഡ് ആയിട്ട്, മൾട്ടിപ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആർക്ക് തിരിച്ചു കിട്ടും? മനസ്സിലാവുന്നവർ. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടൂല. അതിനാദ്യം ഞാൻ കൊണ്ടുവന്ന പാറ അത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കാം. ചിലരുടെ പൂട്ട് പൊട്ടിക്കാൻ നോക്കുമ്പോ പാറ പൊട്ടുന്നതിന് പൂട്ട് തുറക്കില്ല. മാറി ചിന്തിക്കണം. മാറി ചിന്തിക്കാതെ രക്ഷയില്ല. 21ാമത്തെ സെഞ്ചുറിയിൽ പഴയ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊന്നും പണിയില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് ഗൂഗിളൊക്കെ തൂക്കി പുറത്തിറങ്ങി. സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാനാ പറയും. ന്യൂ ടെക്നോളജി പഠിച്ചില്ലെങ്കിൽ യു ആർ ഔട്ട്. പുതിയ ടെക്നോളജിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കണം. നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് പഴയ എഞ്ചിനീയറിംഗും പഴയ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചാൽ അവരൊന്നും എവിടെ എത്തില്ല. പുതിയ ടെക്നോളജികളിലേക്ക് മാറണം. നമ്മൾ മാറി ചിന്തിക്കണം. അപ്പൊ നമ്മുടെ മക്കളെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ തന്നെ പാറ പോലെ ഉറച്ചിരുന്നാൽ അവരുടെ കാര്യം കട്ടപ്പോകയോ. അപ്പൊ ഇത് 21ാം സെഞ്ചുറിയുടെ ബിസിനസ് ആണ്. അതുകൊണ്ട് നമ്മളത് പഠിക്കുക. നമ്മുടെ സമയം അത് പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കൂളിൽ പോയോ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ അതൊന്നും ഇവിടെ ഇഷ്ടമല്ല. പക്ഷേ RCM നമ്മൾ ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കണം. RCM പ്രോഡക്റ്റുകൾ, ഇതിന്റെ കോസ്മെറ്റിക്സ്, ന്യൂട്രിഷാർജ്, നമ്മളെ വിനോദ് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് പോരാ. അപ്പൊ എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാക്കും? RCM കൂടുതൽ കൂടുതൽ അറിവുകൾ കിട്ടണം. എന്ത് ചെയ്യണം? കൂടുതൽ സീരിയലുകൾ കാണണം. മോഹൻലാലിന്റെ 4 മൂവിയും കൂടി എക്സ്ട്രാ കാണാം. കിട്ടുമോ? കിട്ടില്ല. അതിനെന്ത് ചെയ്യണം? കുറച്ചു കാലം അതെല്ലാം കൂടി മാറ്റി വെക്കണം. ഒരു 2 വർഷം നമ്മൾ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു എന്ന് ചിന്തിക്കുക. 2-3 വർഷം. 3 വർഷം കഴിഞ്ഞാൽ ഫൈനൽ എക്സാം വരും എന്ന രീതിയിൽ നമ്മൾ RCM വേണ്ടി സമയം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ റെഡിയാവണം. സൂമിൽ പ്രോഗ്രാംസ് ഉണ്ട്. യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ കീസോട് പഠിക്കാം. ഇതേപോലത്തെ നല്ല അടിപൊളി ജാക്കറ്റ് ഒക്കെ ഇട്ട് നല്ല പിങ്ക് ജാക്കറ്റ് ഇങ്ങനെ തിളങ്ങി എല്ലാവർക്കും കൂടി ഇരിക്കാം. കുറച്ച് സമയം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ന്യൂട്രീഷൻ പഠിക്കണം, പെയിന്റ് പഠിക്കണം. പെയിന്റ് നമ്മൾ പഠിക്കേണ്ടത് പെയിന്റേഴ്സിനെ മനസ്സിലാക്കാനല്ല. ആരുടെ വീടാണോ പെയിന്റ് അടിക്കേണ്ടത് ആ വീട്ടുകാരനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പെയിന്റർമാർക്ക് കിട്ടുന്ന കമ്മീഷനും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്കൊരു വീട്ടുകാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റി കഴിഞ്ഞാൽ ആ വീട് നമ്മൾ RCM ഓവിറ പെയിന്റിൽ അടിച്ചിരിക്കും. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. അതിന്റെ വിവരം, അതിന്റെ നോളജ് നമുക്ക് വേണം. വേണ്ടിയോ? വേണം. അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ അവർ നമ്മളെ പഠിപ്പിക്കും. സച്ചിൻ തെണ്ടുൽക്കറിന് എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുള്ള നാടാണ് നമ്മളെ. ബാറ്റ് പൊക്കാൻ പോലും അറിയില്ല. പക്ഷെ സച്ചിൻ തെണ്ടുൽക്കറിന് എല്ലാ ഗൈഡൻസും കൊടുക്കും. അങ്ങനത്തെ നാടാണ് നമ്മളുടെ. അപ്പൊ ഒരാളുടെ വീട്ടിൽ നമ്മൾ ഓവിറ പെയിന്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവിറ പെയിന്റ് പഠിക്കണം. എന്താണ് ഏഷ്യൻ പെയിന്റും മറ്റ് നെറലാക്ക് തുടങ്ങിയിട്ടുള്ള മറ്റ് കുറെ പെയിന്റ്സ് ഉണ്ടല്ലോ, അത് നമ്മളെ പെയിന്റുമായിട്ടുള്ള വ്യത്യാസം. എത്ര വെള്ളം വേണം, എങ്ങനെ അത് മിക്സ് ചെയ്യണം, കളറൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം, വില എത്രയാണ്,
എത്ര സ്ക്വയർ ഫീറ്റില് നമ്മൾ 1 ലിറ്റർ പെയിന്റ് എത്ര സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യും, ഏത് പെയിന്റ് ആർക്ക് റെക്കമെൻഡ് ചെയ്യണം. അത് പെയിന്റ് മാത്രം. പെയിന്റ് കൂടാതെ ന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കാം? തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, ഡയബറ്റിക് പ്രോബ്ലം ഉള്ളവരുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റില്ല, അങ്ങനല്ലേ? എല്ലാവർക്കും ഒരേപോലെ നമുക്ക് എല്ലാം സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡയബറ്റിക് പേഷ്യന്റ് ചിലപ്പോൾ മധുസന്യം രസം കൊണ്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. വേറൊരാൾക്ക് അതേ മധുസന്യം രസം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഷുഗർ കുറഞ്ഞു വരാൻ നിർബന്ധമില്ല. അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, വേറെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ഡയറ്റ് ഹാബിറ്റ് എന്താണ്, ഫുഡ് എന്താ കഴിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എത്ര ദിവസം കൊണ്ട് പഠിക്കാം? ഒരു ന്യൂട്രീഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വർഷം വേണം? ഒരാൾ ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണെങ്കിൽ എത്ര വർഷം പഠിക്കണം? നമ്മൾ എത്ര വർഷം പഠിക്കണം? 3-4 ഇയേഴ്സ്, 3-4 വർഷമെങ്കിലും വേണം. ഇന്നത്തെ ഹോസ്പിറ്റൽസിലൊക്കെ ന്യൂട്രീഷനിസ്റ്റുകളുടെ വേക്കൻസി ഉണ്ട്. അത് അവിടെ ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കോഴ്സിന് പോകണം. ടേക്സ് അബൌട്ട് 3-4 ഇയേഴ്സ്. നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് സെഗ്മെന്റ് ഓഫ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് കൃഷിയുടെ പ്രോഡക്റ്റ് ഉണ്ട്, എഗ്രികൾച്ചറിൽ ഒരു ഡിഗ്രി എടുക്കണം. എത്ര വർഷം പഠിക്കണം? മിനിമം 3-4 ഇയേഴ്സ്. അതിന്റെ ഒരു ചെടിക്ക് വേണ്ട 16 ന്യൂട്രിയൻസ് എന്തൊക്കെയാണുള്ളത്? കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ തുടങ്ങി അങ്ങോട്ട് 16 ന്യൂട്രിയൻസിൽ ഏതെങ്കിലും കാൽഷ്യോ, ബോറോണോ, ഏതെങ്കിലും ഒരു സെഗ്മെന്റ്, സപ്പോസ് ബോറോൺ, പഴങ്ങൾ, ഫ്രൂട്ട്സും പഴങ്ങൾക്ക് ബോറോൺ വളരെ ഇമ്പോർട്ടൻ്റ്. ആ ബോറോൺ എന്ന് പറയുന്ന ഒരൊറ്റ എലമെന്റ് ഇതിനെ പറ്റി പഠിക്കാൻ 4-5 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇൻ എഗ്രികൾച്ചർ സെക്ടർ. ഹലോ, നമുക്കതൊരു സെഗ്മെന്റാണ്. ചില ആളുകൾ ആസിമയിലേക്ക് വന്ന് 2 മാസം കഴിഞ്ഞു, സാറേ വരുമാനമൊന്നും വന്നില്ലല്ലോ, കാശ് കിട്ടിയില്ല. വേൾഡ് കപ്പ് അറിയാം, ഫുട്ബോൾ അറിയാം, ക്രിക്കറ്റ് അറിയാം, രാഷ്ട്രീയം അറിയാം, എല്ലാം എന്ത് വേണമെങ്കിലും വളന്ന് സംസാരിക്കും. ആസിമിന്റെ ബേസിക് നോളജ് പോലും ഇല്ലാത്ത ആളാ പറയുന്നത് 2-ാം ദിവസം വരുമാനം കിട്ടും. അപ്പൊ വിനോദ് ചോദിക്കും എത്ര വേണം? ഒരു 50,000 വേണം. അപ്പം കഴിഞ്ഞ 2 മാസം എന്തൊക്കെയാ സാർ പ്രവർത്തിച്ചത്? എന്ത് പ്രവർത്തിക്കാനാ? മീറ്റിങ്ങിന് വരുന്നില്ലേ? എനിക്കെല്ലാം അറിയാലോ. അപ്പോ നമുക്ക് നോളജ് വേണം. നമ്മളുടെ നോളജും നമ്മളുടെ ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമുക്ക് വരുമാനം വരിക. നമ്മൾ എടുക്കുന്ന ഡ്രീംസ് ആൻഡ് ഗോൾസ്, ടാർഗറ്റ് കമ്പനി തരുമോ? ആസിമിൽ നമ്മളെ നിഷ്കർഷിക്കുന്നുണ്ടോ? ഇത്ര ചെയ്യണം, ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണം പറയുന്നുണ്ടോ? ഇല്ല. നമുക്ക് ടാർഗറ്റുകൾ തരുന്നുണ്ടോ? ഒന്നും തരുന്നില്ല. അപ്പൊ നമുക്ക് ആര് ഡ്രീം തരും, ആര് ഗോൾ തരും? ഹലോ, ആര് തരും? നമ്മളുടെ അറിവ്, നമ്മളുടെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ്. നമ്മൾ മെന്റലി റെഡിയാണ് വിത്ത് എ ഡ്രീം. എനിക്ക് ഇന്ന രീതിയിൽ വളരണം. ആസ് ഫ്യൂവൽ ഡ്രൈവ്സ് എ വെഹിക്കിൾ, ഡ്രീം ഡ്രൈവ്സ് എ മാൻ എന്ന് പറയും. ഒരു ഫ്യൂവൽ ഒഴിച്ച്, അല്ലെങ്കിൽ ഫ്യൂവൽ എന്താ പറയുക, ഇന്ധനം ഒഴിച്ച് മാത്രമേ എത്ര വിലപിടിപ്പുള്ള വണ്ടിയാണെങ്കിലും മുന്നോട്ട് പോകുള്ളൂ. ഞാൻ 1 കോടി രൂപ കൊടുത്ത് ഒരു മെർസിഡീസ് ബെൻസ് വാങ്ങിയാലും അതിനകത്ത് ഫ്യൂവൽ ഇല്ലെങ്കിൽ ആ വണ്ടി പോകില്ല. അപ്പൊ ഒരു വണ്ടി, ഒരു ഫ്യൂവൽ എങ്ങനെയാണോ ഒരു വണ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതേപോലെയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ടാവണം? ഡ്രീം ഉണ്ടാവണം. As fuel drives a vehicle, dream drives a man. ഈ ഡ്രീം ഇല്ലാത്ത ആളുകളെ നമ്മൾ ഉന്തി തള്ളിക്കൊണ്ടുവന്ന് മീറ്റിംഗിൽ ഇരുത്താം. നമ്മൾ ഉന്തുന്നിടത്തോളം അയാൾ ആസിമിൽ മുന്നോട്ട് പോകും. സാർ ഉണ്ടാവില്ലേ? വിനോദ് സാർ ഉണ്ടെങ്കിൽ ഞാൻ ആസിമിൽ ഉണ്ടാവും. കാരണം തള്ളാൻ ആള് വേണം. ഇയാളുടെ ഉള്ളിൽ വിനോദ് സാർ ഇങ്ങനെ തള്ളിക്കൊണ്ടുവന്ന് മീറ്റിംഗിൽ ഇരുത്തി അവിടെ ഇരിക്കും. ഒരു ഹോം മീറ്റിംഗിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ അവിടെ ഇരിക്കും. എപ്പോഴെങ്കിലും വിനോദ് സാർ കോഴിക്കോടേക്ക് പോയാൽ മൂപ്പർ അവിടെ കിടന്നു നോക്കും. ഇന്നിവിടെ നമ്മൾ ഈ മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് വന്ന ആളുകളെല്ലാം കോഴിക്കോടേക്ക് പോകും. കൊല്ലത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഇവിടെ അടുത്തുള്ള അമ്പലപ്പുഴയിൽ നിന്ന് വന്ന കുറച്ച് പേരെ ഞാൻ പരിചയപ്പെട്ടു, ആലപ്പുഴയിൽ നിന്ന് വന്ന കുറച്ച് പേരെ പരിചയപ്പെട്ടു, തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്,
കൊല്ലം, കോട്ടയം പല ഭാഗത്തു നിന്ന് ഇവിടെ വന്ന ആൾക്കാർ ഇവിടെയുണ്ട്. കോഴിക്കോട് നിന്ന് വന്ന ആൾക്കാർ കോഴിക്കോടേക്ക് തിരിച്ചു പോകും. കൊല്ലം ഈ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാർ നമ്മൾ പോയിട്ട് ഫുട്ബോൾ മാച്ച് കണ്ടാൽ RCMന്റെ PV കയറൂല. അപ്പൊ എന്ത് ചെയ്യണം? മീറ്റിംഗിന് ശേഷം ഇന്നിവിടെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലിരിക്കും നമ്മുടെ വളർച്ച. RCMൽ കുറെ കാലം ഇൻവെസ്റ്റ് ചെയ്തു, കുറെ മീറ്റിംഗിൽ വന്നു, ഇരുന്നു, കേട്ടു, പോയി. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ നോളജ്, അതിനെ എങ്ങനെ ഞാനൊരു ഗോളും ഡ്രീമുമായിട്ട് എടുത്തിട്ട് ഓരോ ദിവസത്തെയും പ്രവർത്തനത്തിലേക്ക് ഞാൻ അത് എങ്ങനെ കൊണ്ടുവരും, അതാണ് നമ്മളെ സക്സസ്ഫുൾ ആക്കുക. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഇന്ന് ഇവിടെ കിട്ടുന്ന നോളജ്, അതിനെ ഞാൻ എന്തായിട്ട് എടുക്കണം? എന്റെ ഗോൾസും ഡ്രീംസിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ആരും എന്നെ തള്ളാതെ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതിന് വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടം പോലെ സോഴ്സസ് ഉണ്ട്. അഖിൽദാസ് സാർ എന്നെ കോഴിക്കോട് നിന്ന് വന്ന് ഇവിടെ പഠിപ്പിക്കണം എന്നൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഈ ഒഴിവ് കഴിവ് പറയുന്ന ആൾക്കാർ വെറുതെ പറയുന്ന, നിങ്ങളുടെ അന്തരാത്മാവ് വരെ നിങ്ങളെ വിട്ടിട്ട് പോകും. എക്സ്ക്യൂസ് പറഞ്ഞാൽ സാറേ മഴ ആയതുകൊണ്ടാണ് വരാൻ. അദ്ദേഹത്തിന്റെ ഡ്രീം മഴ തൊലിച്ചുപോയി. സാർ വല്ലാണ്ട് കാറ്റടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചാ പിന്നെ കിടന്നുറങ്ങാൻ. കാറ്റത്ത് പോയി. ഒരു ദിവസം നമ്മുടെ കാറ്റും. നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം മുന്നേ ചെയ്യാനായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും തീരുമാനം. ഇന്ന് എന്ത് ചെയ്യാം? ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് 2 പേരെങ്കിലും കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു. ഇന്ന് ഇവിടെ നിന്ന് ശബ്ദം ചെയ്യണം. അവർ RCMൽ വരുമോ വരാത്തത് അവരുടെ തലയിലെഴുത്ത്. ഹലോ, നമ്മുടെ തലയിലെഴുത്തല്ല, അവർക്ക് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ വരും, അവർക്ക് മനസ്സിലാവും. അയാൾ വന്നിട്ടില്ലെങ്കിൽ ആർക്ക് പോയി? ഹലോ, ആർക്ക് പോയി? നമ്മൾ 2 പേർക്ക് പ്ലാൻ കൊടുത്തുകൊണ്ട് അവർ RCMൽ വരാത്തതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഇനിയും 2 പേരെ കണ്ടുപിടിക്കും. ആർക്കാണോ നമ്മൾ പ്ലാനും പ്രോഡക്റ്റും പറഞ്ഞു കൊടുത്ത് മനസ്സിലാവാത്ത ആർക്കാണോ അവർക്കാ നഷ്ടം. നമ്മൾ ഒരാൾക്ക് പ്ലാനും പ്രോഡക്റ്റും RCMന്റെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ സ്റ്റൈൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ വി ആർ ഗോയിങ് ടു ഗിവ് സംതിങ്. നമ്മൾ അവർക്കെന്തോ കൊടുക്കാൻ പോവാ, അവർക്ക് ഉപകാരപ്പെട്ടത്. അവർ ജോയിൻ ചെയ്തുകൊണ്ട് എനിക്കെത്ര PV അടിച്ചു മാറ്റാം, അതിനല്ല ഞാൻ പോകുന്നത്. ഹലോ, അവരെ എങ്ങനെ ജീവിതത്തിൽ അവരുടെ ഇന്നത്തെ കറന്റ് പൊസിഷനിൽ നിന്നും അവരുടെ പ്രശ്നങ്ങൾ അവരെ എങ്ങനെ ഉയർത്താം, അവരുടെ ജീവിതം, ലൈഫ് സ്റ്റൈൽ, അവരുടെ ലക്ഷറി, അവർക്ക് ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെ കൊടുക്കാൻ പറ്റും, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനകത്ത് പുറത്തു കൊണ്ടുവരാം. ആ ഒരു ചിന്താഗതിയോട് കൂടി നമ്മളോട് പോകുന്നു. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അവരുടെ ഡ്രീമുകൾ ചോദിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുന്നു. അതിൽ RCMൽ കൂടി നമ്മൾക്ക് ഒരു പരിഹാരമാണ് അവിടെ കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സോപ്പ് വാങ്ങിയാൽ അവനെ എങ്ങനെ പിടിച്ച് RCMന്റെ ഉള്ളിലേക്ക് ഉന്തിക്കളി കയറ്റാം, അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഒരാളെ കാണാൻ പോകുന്നത്. ഒരു സോപ്പ് എടുത്താൽ പറയും സാറേ 25 രൂപയായി, ബാക്കി ഇനി ഒരു 1975 രൂപയും കൂടി ഇട്ടാൽ സാറിന്റെ ജോയിനിങ് ആയി. അയാൾ പറയും ഞാൻ എന്തിനാ RCMൽ ജോയിൻ ചെയ്യുന്നു, അയാൾക്കറിയില്ല. അപ്പൊ നമ്മൾ ഒരാളോട് പറയുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് കൊടുത്താൽ മതി. ജോയിനിങ്സിലേക്ക് ഫോക്കസ് അധികം വേണ്ട. ജോയിനിങ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി വരട്ടെ. ശരിയാണ് ഞാൻ പറഞ്ഞത്. അവര് തന്നെ മുന്നോട്ട് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണ്. ഒരാൾ മനസ്സിലാക്കി വരുന്നതും ഒരാളെ നമ്മൾ പിടിച്ചു ഉന്തി അതിനകത്തേക്ക് കയറ്റുന്നതായിട്ട് വ്യത്യാസമുണ്ട്. ഒരാൾ മനസ്സിലാക്കി വന്നാൽ നമുക്ക് ജോലി കുറവാണ്. ഒരാളെ നമ്മൾ ഇടിച്ചു കയറ്റി കഴിഞ്ഞാൽ അയാൾ ഒന്നും പഠിക്കാനും വരില്ല, മീറ്റിങ്ങിനും വരില്ല, അയാൾക്ക് അറിയില്ല. ഒരിക്കൽ ഒരു വലിയ വണ്ടിയിൽ കുറെ ഇലക്ട്രിക് പോസ്റ്റും കൊണ്ട് ഒരു ലോറി അങ്ങനെ ചീറിപ്പാഞ്ഞു പോവാ. അപ്പൊ അതിന്റെ പുറകിൽ കുറെ നായ്ക്കള്, ഒരു നായ് ഇങ്ങനെ ഓടുന്നു. ആ നായിനെ കണ്ട് അടുത്ത ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞപ്പം ഒരു 4-5 നായ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു.
അതെല്ലാം കൂടി ഒരു നായ ഇങ്ങനെ അതിന്റെ ബാക്കി വണ്ടിയുടെ ബാക്ക് കൂടുന്നു. അത് എല്ലാം കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ആ നായിന്റെ പുറകിൽ ഓടാൻ തുടങ്ങി. കുരച്ചോണ്ട് എല്ലാം കൂടി കുരച്ചോണ്ട് അതിന്റെ ബാക്കിൽ ഓടാൻ തുടങ്ങി. അടുത്ത കവല ജംഗ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ട് കാരണമൊക്കെ കിടക്കുന്നു. ഒരു നോക്കി കുറെ നായ ഇങ്ങനെ ഓടുന്നു. എല്ലാം കൂടി കൂടി അതിന്റെ പുറകിൽ ഓടി. അപ്പൊ ഏറ്റവും ബാക്കിൽ ഒരു ബ്രില്യന്റ് ആയിട്ട് എന്നെ പോലെ ഒരുത്തൻ അതിന്റെ ബാക്കിൽ ഇങ്ങനെ വന്നു. മുന്നിലുള്ള നായനോട് ചോദിച്ചു, അല്ല മാഷി എങ്ങോട്ടാ ഓടുന്നു? ഓ എനിക്കറിയില്ല, മുന്നിലുള്ള ആൾ ഓടുന്നു, ഞാൻ കണ്ടു, ഞാനും എണീറ്റു ഓടി. അങ്ങനെ മുന്നിലുള്ള ആള് ഏറ്റവും മുന്നിൽ ആദ്യം ഓടിയ നായിന്റെ അടുത്ത് ചോദ്യം വന്നു, എങ്ങോട്ടാ പോകുന്നത്? ഈ വണ്ടി എവിടെ പോയി നിൽക്കുമല്ലോ, അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഇറക്കുമല്ലോ, ആ ഇലക്ട്രിക് പോസ്റ്റ് എവിടെ നാട്ടുമല്ലോ, അവിടെ നിന്നൊന്ന് മൂത്രം. ഇതെല്ലാം കൂടി എങ്ങോട്ടാ പോകുന്നതെന്നോ ആളുകളെല്ലാം കൂടി ഈ ആശയം കൊണ്ട് ജോയിൻ ചെയ്ത് എങ്ങോട്ടാ ഈ കൊല്ലത്തുള്ള ഈ മീറ്റിംഗ് ഹാളിൽ ആനയിൽ എല്ലാവരും കൂടി വന്നിരുന്നു. നാനിയിൽ വന്നിരിക്കുന്നു. എല്ലാം കൂടി എന്താ വന്നെന്നറിയാം, എല്ലാരും പോകുന്നു ഞാനും പോകുന്നു, എല്ലാം കൂടി വന്നിരുന്നു. എല്ലാം കഴിഞ്ഞ അന്തം വിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതെ ആശയം പറഞ്ഞിട്ട് അയ്യോ എല്ലാം കൂടി നന്നായിട്ടുണ്ട്. ആ എന്തിനാ വന്നത്, എന്തൊക്കെ കേട്ടോ പഠിച്ചോ? ആ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആരോ വന്നെന്തോ അരച്ചു പാറയെന്നോ ആമറെന്നോ എന്തൊക്കെയോ പറയുന്നു കേട്ടോ. എന്തോ ഒരു വിധം കിട്ടി. രക്ഷപ്പെടുവോ? അപ്പൊ നമുക്ക് ആർസിമില് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന നോളജ്, അറിവ് നമ്മൾ എന്തായിട്ട് മാറ്റണം? നമ്മളുടെ ഓൺ ഡ്രീംസ് ആൻഡ് ഗോൾസ് ആക്കി മാറ്റണം. നമ്മളെ ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ രക്ഷപ്പെടുത്താൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. അവരവര് തന്നെ പ്രവർത്തിച്ച് രക്ഷപ്പെടണം. നോബഡി എൽസ് വിൽ കം ഫോർ യുവർ റെസ്ക്യൂ. നമ്മളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണമെങ്കിൽ അയൽവാസിയും ഉണ്ടാവും. ഓക്കെ, ഡയറക്ട് സെല്ലിംഗ് വലിയ സിസ്റ്റമാണ്. നമ്മൾ അഖിൽദാസ് ജി വളരെ സുന്ദരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. 2016 ഗൈഡ് ലൈൻസ് വന്നു, 2019 റെഗുലേഷൻസ് വന്നു, 2023 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊരു ലീഗൽ ബിസിനസ് ആയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആസിയം എന്ന് പറയുന്ന പ്രസ്ഥാനം 1976 ഫാഷൻ ഷൂട്ടിംഗ്സ് അതിനെ കൂടി കൂടുതൽ പറയുന്നില്ല. അഖിൽദാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. 2000 ആസിയം എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗിലേക്ക്. 2023 ഫാഷൻ ഷൂട്ടിംഗ്സ് എന്ന് പറയുന്ന പേര് നമ്മൾ ആസിയം കൺസ്യൂമേഴ്സ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു പേരിലേക്ക് മാറ്റപ്പെടാനുള്ള കാരണം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നമ്മൾ ആസിയം എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റം ഇവിടെ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മളുടെ പാർട്ടിസിപ്പേഷനാണ്. കമ്പനി വളർന്നോ? ഒരൊറ്റ പാൻ പീസിൽ നിന്ന് 4000-ഓളം പ്രോഡക്റ്റുകളിലേക്ക് മാറി. ഒരൊറ്റ കമ്പനി ടെക്സ്റ്റൈൽസ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനി ഇന്ന് 4000-ൽ കൂടുതൽ പ്രോഡക്റ്റുകൾ അത് ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ, ഇന്ത്യ മുഴുവനും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ, ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ. കമ്പനി വളർന്നു കഴിഞ്ഞ 26 വർഷം കൊണ്ട് എവിടെയോ എത്തി. 50% കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ആണ്, 50% നമ്മളുടെ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആർസിഎം എന്തുകൊണ്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ലോങ് ടേം ആയിട്ട് 26-ാമത്തെ വർഷമാണ് ഇത് ആർസിഎം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻഫ്രാസ്ട്രക്ചറിലുണ്ട്. അതേപോലെ 4000-ൽ കൂടുതൽ എസെൻഷ്യൽ പ്രൊഡക്ട്സ്, ഹൈ ക്വാളിറ്റി എസെൻഷ്യൽ പ്രൊഡക്ട്സ്. അഖിൽദാസിയുടെ മാർക്കറ്റിംഗ് പ്ലാനിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. കമ്പനികളെല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ തരും, പക്ഷെ റീസണബിൾ പ്രൈസിൽ തരുന്ന കമ്പനി ആർസിഎം മാത്രമേ ഇന്ന് ഇന്ത്യയിൽ. ആണ് നമ്മുടെ വിഷണറി ഡയറക്ടർ, അതേപറ്റി നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ മക്കൾ ഇന്ന് ആർസിഎം വളരെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. പല മേഖലകൾ ഇന്ന് TC ചപ്രാജിയുടെ ഒപ്പം നിന്ന്, ഷോൾഡർ ടു ഷോൾഡർ നിന്ന് ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന 2 പിള്ളേർ, റൈറ്റ്? TCGയുടെ മക്കള് സൗരഭ് ഛബ്രയും പ്രിയങ്ക അഗർവാൾ. ഇന്നത് നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. എന്റെ മകൻ ഇന്ന് എന്നോടൊപ്പം ആർസിഎമ്മിലുണ്ട്. അവൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഡൽഹിയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു. 2.5 ലക്ഷത്തോളം മാസ വരുമാനം വാങ്ങിക്കൊണ്ടിരുന്നിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, റിസൈൻ യുവർ ജോബ് ആൻഡ് കം, നമുക്ക് ആർസിഎം ചെയ്യാം. സാധാരണഗതിയിൽ പേരൻസ് മക്കളോട് പറയാത്തൊരു കാര്യം. അവനൊരു 2 ലക്ഷത്തിന് മേലെ സാലറി. ഇന്ന് അങ്ങനത്തെ ശമ്പളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ പോസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, യു റിസൈൻ ഇറ്റ്, നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ. കാശ് മാത്രം പോരാ, വെറുതെ അവൻ ടെൻഷൻ അടിച്ച് സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല. വിനോജ് പറഞ്ഞു ഉറങ്ങണം, അവന് ഉറക്കമില്ല. 24 മണിക്കൂർ പണി, എപ്പോഴും ടെൻഷൻ, ടാർഗറ്റുകൾ, ടീം, ഓൾ ഓവർ ഇന്ത്യ മാനേജ് ചെയ്യുന്ന, അതൊന്നും പറ്റില്ല. റിസൈൻ. ഇപ്പൊ അവൻ സുഖമായിട്ട് അവൻ പറയുന്നത് ഞാൻ ചിന്തിക്കുമ്പോഴാണ് സൂര്യൻ ഉദിക്കുക എന്നൊക്കെയാണ് പറയുന്നത്.
നമ്മൾ പറയും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കണം എന്നല്ല പറയും. അവനോട് ഞാൻ പറയുമ്പോൾ അവൻ പറയും ഞാൻ വിചാരിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുകയുള്ളൂ. അങ്ങനത്തെ ഫ്രീഡം, ഫ്രീ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ളത്. ഞാൻ എൻ്റെ RCM ജേർണി സ്റ്റാർട്ട് ചെയ്ത ബാംഗ്ലൂരിലാണ്. ഞാൻ RCM വരുമ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് എനിക്ക് RCM കിട്ടുന്നത്. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കൊല്ലത്താണ്. ഹലോ, എനിക്ക് കൊല്ലത്തെ ആരെയും അറിയില്ലായിരുന്നു. ഞാൻ കൊല്ലത്തെത്തി, നാളെ ട്രിവാൻഡ്രത്തായിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം ചിലപ്പോൾ കേരളത്തിലായിരിക്കണമെന്നില്ല, ചിലപ്പോൾ തമിഴ്നാട്ടിലായിരിക്കും. അതാണ് നമുക്ക് ആവശ്യം തന്നിരിക്കുന്ന ഫ്രീഡം. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ, ഒരു ജോലി തുടങ്ങിയാൽ ഫ്രീഡം ഉണ്ടാവുമോ? എവിടെയാ ജോലി കിട്ടി അവിടെ തിരിഞ്ഞോടി കളിച്ചോളൂ. ആരോടാണ് ഗുഡ് മോർണിംഗ് പറയാൻ താല്പര്യമില്ലാത്ത അവരോട് ഗുഡ് മോർണിംഗ് പറയണം, പറഞ്ഞേ പറ്റൂ. ഞാൻ എയർഫോഴ്സിലായിരുന്ന കാലത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ നോക്കി ഞാൻ സല്യൂട്ട് ചെയ്തിരുന്നു. ചെയ്യണം, ചെയ്തേ പറ്റൂ, അങ്ങനെയല്ലേ? നേവി ഓഫീസർ, am I right? ഇഷ്ടമുണ്ടായിരുന്നു അന്ന് സല്യൂട്ട് ചെയ്യാൻ? ഇല്ല, പക്ഷെ ചെയ്യേണ്ടി വന്നില്ലേ? ചെയ്യണം. അത് ജോലിയിലായാലും ശരി, ബിസിനസ്സിലായാലും നമുക്ക് താല്പര്യം ഉണ്ടാവും. RCM നമുക്ക് തരുന്നത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം. നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള ജീവിതമാണ് എപ്പോഴും നമുക്ക് ലൈഫിൽ വരിക. അതിൽ പറയാ സർക്കസിലുള്ള സിംഹങ്ങളെയും കാട്ടിൽ ജീവിക്കുന്ന സിംഹങ്ങളെ കണ്ടിട്ടുണ്ടോ? സർക്കസിലുള്ള സിംഹങ്ങളെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം അവരുടെ മുന്നിൽ കിട്ടും. കിട്ടും. മഴ കൊള്ളണോ, വെയിൽ കൊള്ളണോ, ഭക്ഷണത്തിന് വേണ്ടി പിന്നാലെ ഓടണോ, ഒന്നും വേണ്ട. അവരെവിടെയാണോ അവിടെ കിട്ടും എല്ലാം. പക്ഷെ കാട്ടിലെ സിംഹം രാവിലെ എണ്ണീറ്റ് വിശക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരയെ കാത്തിരിക്കണം. ചിലപ്പോ ഇടിവെട്ട്, മഴ, പല തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ, സർക്കംസ്റ്റൻസ് ചിലപ്പോൾ അവർക്ക് സപ്പോർട്ടീവ് ആയിരിക്കില്ല. അങ്ങനെയുള്ള പല എടാകൂടങ്ങളിൽ കൂടി പോയി ചിലപ്പം ഓട്ടി ആ മാനിനെ കണ്ടു കാണും. ആ മാനിനെ പിടിക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ അതിന്റെ പിന്നിൽ ഓടി പല സ്ഥലത്ത് വീണു, കയ്യും കാലും മുറിഞ്ഞു. ഇതാണ് കാട്ടിലെ സിംഹത്തിന്റെ ജീവിതം. ഏതാ സുഖം? ഏതാ സുഖം? അതുകൊണ്ടാണ് 80-90% ആളുകൾ ഇവിടെ കാട്ടിലെ സിംഹങ്ങളും എല്ലാം മാറിപ്പോ സർക്കസിലെ സിംഹമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കെ എവിടെയെങ്കിലും ജോലി കിട്ടിയ ആ ജോലിയിൽ അവിടെ ക്യൂബിക്കിൾ അവിടെ പോയിരിക്കുന്നു, കുറച്ച് നോട്ടെണ്ണി കൊടുക്കുന്നു, കുറച്ച് എന്തെങ്കിലും എഴുതുന്നു. സുഖം എല്ലാം ടേബിളിന്റെ മേലെ കിട്ടും. മാസാവസാനം ആകുമ്പോൾ അക്കൗണ്ടിലേക്ക് ശമ്പളവും കിട്ടും. ഒന്നിനു വേണ്ടി അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് RCMൽ കുറച്ച് കാട്ടിലെ സിംഹങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയത്. കോട്ടും ചൂട്ടും കിട്ടും. നമുക്ക് ഈ മാസം എന്തെങ്കിലും കിട്ടുമോന്ന് ഉറപ്പില്ല. ഇരകളെ പിടിക്കാൻ പല ആളുകളുടെ പുറകിൽ നമ്മൾ ഓടും. എത്ര നാളാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? പോയി ശിവദാസൻജി ഓഫ് ചെയ്ത് വെച്ചില്ലേ? കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. വിട്ടോ? വിട്ടില്ല. ഓടി അദ്ദേഹം പല സ്ഥലത്ത് വീണ് പിടിച്ച് യാത്ര ചെയ്ത് ശിവദാസൻ പുറകിൽ കൂടി എങ്ങനെയോ ഇരനെ പിടിച്ചു. അന്ന് അദ്ദേഹം റിയലൈസ് ചെയ്തു, ഞാനൊരു സർക്കസിൽ ജീവിക്കേണ്ട ആളല്ല, ഞാനൊരു കാട്ടിലെ സിംഹമാണ് എന്ന് മനസ്സിലാക്കി. അത്ര മനസ്സിലാക്കിയാൽ മതി. ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും. കുറെ കാര്യങ്ങൾ നമ്മൾ ജനിക്കുമ്പോൾ എവിടെയാണോ നമ്മൾ ജനിച്ചത് അവിടെ തന്നെ കിടന്ന് കറങ്ങാതെ നമുക്ക് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളെ കാണാനുണ്ട്, അവരുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമ്മൾ മരിച്ചു പോയാലും നമ്മളുടെ പേര് മരണപ്പെടാൻ പാടില്ല, അത് നിലനിൽക്കണം. ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ അടക്കെടുത്ത് പുറത്തു സമാധാനം, ഉപദ്രവം തീർന്നല്ല. നമ്മളെയൊക്കെ ഇങ്ങനെ കാണാൻ ആളുകൾ ആഗ്രഹിക്കണം, കൊതിക്കണം. അതിൽ മറ്റുള്ളവരുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. അതാണ് RCM ബിസിനസ് നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ വന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ RCM ബിസിനസ്സിലേക്ക് വരണോ വരണ്ടയോ എന്നുള്ളതല്ല ആലോചിക്കേണ്ടത്. നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, നിങ്ങൾ അടുത്ത തലമുറയെ എങ്ങനെ RCMലേക്ക് കൊണ്ടുവരാമെന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കും. തിങ്ക് അബൌട്ട് യുവർ നെക്സ്റ്റ് ജനറേഷൻ. 21ാം നൂറ്റാണ്ടിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. 150ഓളം വർഷങ്ങൾ പിന്നിട്ട
ഇന്റർനാഷണലി വലിയ രീതിയിൽ നടക്കുന്ന വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പോവാണ് നമ്മൾ ഓരോരുത്തരും. റൈറ്റ്? അപ്പൊ എവിടെ ഫോക്കസ് ചെയ്യണം? RCMൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ലീഡർഷിപ്പിൽ ഫോക്കസ് ചെയ്യണം. ലീഡർഷിപ്പ്